ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ക്രഷിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യാം, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഒരു കുട്ടീനെ ആദ്യമായിട്ട് കാണുമ്പോൾ എങ്ങനെയൊന്ന് ഇംപ്രസ് ചെയ്ത് എടുക്കാൻ പറ്റും, എങ്ങനെയാണ് ആ കുട്ടിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഓർത്ത് വിഷമിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഇതിനുള്ള 7 വഴികളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ക്രഷിനെ വേണമെങ്കിലും ഇംപ്രസ് ചെയ്യാൻ പറ്റും. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മൈൽ ആൻഡ് ഐ കോണ്ടാക്റ്റ് ആണ്. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ ക്രഷിനെ കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് നന്നായിട്ട് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളും ആ കുട്ടിയും തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷം ചെറിയ ചെറിയ കോംപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക. എന്നും പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിനും കയറി കോംപ്ലിമെന്റ് ചെയ്തിട്ട് ഓവറാക്കി വെക്കരുത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ കുട്ടി പറയുന്ന ജോക്സിനെയൊക്കെ ചെറുതായിട്ടൊന്ന് ചിരിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരവരുടെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കയറി നെഗറ്റീവ്സ് ഒന്നും പറഞ്ഞേക്കരുത്. അതായത് ഒരു ഉദാഹരണം ഞാൻ പറയാം. ആ കുട്ടിക്ക് പാട്ട് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ആ കാര്യം നിങ്ങളുമായിട്ട് ആദ്യമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ പറയാണ്, അയ്യേ നീയൊക്കെ എന്തിനു പാട്ട് പഠിക്കാൻ പോകുന്നു, അതുകൊണ്ടൊന്നും ഒരു ഉപകാരം നിനക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും നിങ്ങൾ ക്രഷിനോട് പറഞ്ഞേക്കരുത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ അവരുടെ കോമൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ആ കുട്ടിക്ക് പാട്ടാണ് ഇഷ്ടമെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് കൂടുതലായിട്ടും സംസാരിക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്കും അവർക്ക് നിങ്ങളോടൊരു ഇംപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ കുട്ടി സംസാരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ലിസൺ ചെയ്യുക. അതായത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ടെന്ന് അവർക്കൊരു തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് അവരെ അടുപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൽസും ടാലൻസും എന്താണെന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിലാണ് താല്പര്യമെങ്കിൽ നല്ല നല്ല ഫോട്ടോസ്, നിങ്ങളെടുത്ത ഫോട്ടോസൊക്കെ അവരെ ഒന്ന് കാണിക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പാട്ട് പാടുന്നവരാണെങ്കിൽ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ നല്ല രീതിയിൽ അവരെ പാടി കേൾപ്പിക്കുക. ഇതൊക്കെ അവരിൽ നിങ്ങളോടൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ക്രഷിനെ കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താണെങ്കിലും അവർക്ക് നിങ്ങളോട് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.